ഹലോ, വെൽക്കം ടു മൈ നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിൻ്റെ മഞ്ഞ എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 6 മുട്ടയുടെ വെള്ളയാണിത്. ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഒരു ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കണം നമുക്ക്. അതിന് നമ്മൾ ആദ്യം എടുക്കുന്ന ബൗളും അതുപോലെ ബീറ്ററോ വിസ്കോ എന്താണെങ്കിലും അത് നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. എങ്കിലേ പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്കിത് പതപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്തത് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനിടയിൽ ഒരു കാര്യം പറയുകയാണേ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പരമാവധി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഇതിപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായി തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. നമ്മൾ ക്രീമി ടെക്സ്ചർ ആക്കി എടുത്തിട്ടുള്ള ഈ മുട്ടയുടെ വെള്ളയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് ആക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി. ഇത് ഞാൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൽ ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കുറച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പാം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ എനിക്കറിയില്ല, ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. I'm undefeated. ഓയിലിൽ മിക്സ് ചെയ്തിട്ടുള്ള എഗ്ഗ് ബാക്കിയുള്ള കേക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പന്ത്രണ്ട് സ്പൂൺ കോൺഫ്ലോർ പൊടിയും, അതായത് രണ്ടും മൈദയും കോൺഫ്ലോർ പൊടിയും ഈക്വൽ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മൈദ മാത്രം ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ കേക്ക് ബാറ്റർ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ കോൺഫ്ലോർ പൊടി കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. മൈദ മാത്രമാകുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. പക്ഷേ നമ്മൾ കേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് താവാനുള്ള ചാൻസ് കൂടുതലാണ്. സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ കോൺഫ്ലോർ പൊടി ചേർക്കുമ്പോൾ അത് ആ ഹൈറ്റിൽ തന്നെ പൊന്തി നിൽക്കും.
ഇതിലേക്ക് നമ്മളൊരു 4 സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഓയിൽ തടവി വെച്ചിട്ടുള്ള ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. ഇനി ഇതൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്ക് കറക്റ്റ് ലെവലായിട്ട് നിൽക്കും. അതുപോലെ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നതാണ്. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 40 to 45 മിനിറ്റ്സ് സിം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമുക്കിതിന് മുകളിൽ പ്രഷർ കുക്കർ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു 12 കോഴിമുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിൽ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ മുട്ടയുടെ പാത്രം ഇറക്കി വെച്ച് ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇതാ കാണുന്നില്ലേ, ഇതാ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നിൽക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു പാകത്തിൽ തന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താലേ നമുക്ക് കറക്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. അതിനിടയിൽ നമുക്കിതിലേക്ക് ഒരു 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവും പോലെ ഇരിക്കും. നിങ്ങൾ ഒരുപാട് മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല കുറച്ച് മുട്ടയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മതിയാവും. ഞാൻ 4 മുട്ടയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't make us who we are. So I'll do. ഇതിലേക്ക് ഞാനൊരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറിൽ തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ റോസ് കളറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാവുന്നതാണ്. കളർ ചേർക്കുമ്പോൾ ജെൽ കളറോ അല്ലെങ്കിൽ ലിക്വിഡ് കളറോ ചേർക്കാൻ ശ്രദ്ധിക്കുക. പൗഡേർഡ് കളർ ആവുമ്പോൾ ഇതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡെക്കറേഷനിലേക്ക് കടക്കാം. നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ആദ്യം ഒരല്പം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ആദ്യത്തെ പീസ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് അല്പം ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. I will run, I will climb, I will soar. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കേക്ക് പീസുകളും വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് കൂടെ ചെയ്യാം. ഈ റോസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഫുഡ് കളർ ആഡ് ചെയ്തതാണ്. അത് നമ്മൾ 2 ഷെയ്ഡിലാണ് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡാർക്കായിട്ടും ഒന്ന് ലൈറ്റായിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't